അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുവന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു കഥയാണ്. കഥയുടെ പേര് കാരുണ്യവാനായ പ്രവാചകൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടം വാങ്ങിയ 10 ദിർഹവുമായി തുണിക്കടയിലേക്ക് നടന്നു. അതിൽ നിന്ന് 4 ദിർഹം കൊടുത്ത് തനിക്കായി ഒരു പുതിയ കുപ്പായം വാങ്ങി. അതിട്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് ഒരു അനുചരൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ആ കുപ്പായം എനിക്ക് തരുമോ? പകരം ഞാൻ സ്വർഗത്തിനായി അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നബി തങ്ങൾ ഒട്ടും ആലോചിച്ചില്ല. താൻ ഇട്ടിരുന്ന ആ പുതിയ കുപ്പായം അപ്പോൾ തന്നെ അയച്ച് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പണത്തിൽ നിന്ന് വീണ്ടും 4 ദിർഹം കൊടുത്ത് വേറൊരു കുപ്പായം വാങ്ങി മടങ്ങി. അപ്പോഴേക്കും അവിടുത്തെ കയ്യിൽ 2 ദിർഹം ബാക്കിയുണ്ടായിരുന്നു. തിരികെ പോകുന്ന വഴിയിൽ ഒരു ചെറിയ പെൺകുട്ടി കരഞ്ഞു നിൽക്കുന്നത് നബി തങ്ങൾ കാണുകയുണ്ടായി. യജമാനൻ തന്ന 2 ദിർഹം കളഞ്ഞുപോയെന്നും വീട്ടിൽ ചെന്നാൽ അവർ തന്നെ അടിക്കുമെന്നും പറഞ്ഞ് അവൾ കരയുകയായിരുന്നു. അതു കേട്ട കാരുണ്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ അവസാനത്തെ 2 ദിർഹവും ആ പെൺകുട്ടിക്ക് എടുത്തുകൊടുത്തു. അത്രയുമല്ല, അവളെ വീട്ടിൽ കൊണ്ടുവിട്ട് അവളെ തല്ലരുതേ എന്ന് യജമാനനോട് പറയുകയും ചെയ്തു. അങ്ങനെ സ്വന്തം കയ്യിൽ ഒരു പൈസ പോലും ബാക്കിയില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷത്തിൽ നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങിപ്പോയി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളും നബി തങ്ങളെപ്പോലെയാകണം. ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.